പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇത്രയും കാലം നിങ്ങൾ ഓരോരുത്തരും നൽകിയ പ്രോത്സാഹനങ്ങൾക്ക്, സഹായങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് അവതരിപ്പിക്കുന്നു പുതിയൊരു എപ്പിസോഡ്. ഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്കൾ അല്ലെങ്കിൽ പഴം എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് ഇന്ന് ഹിന്ദിയിൽ പഴങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അമറൂദ് പേരയ്ക്ക. മുझे एक अमरूद चाहिए, എനിക്കൊരു അമറൂദ് വേണം. മുझे 1 കിലോ അമറൂദ് चाहिए, എനിക്ക് 1 കിലോ അമറൂദ് വേണം, 1 കിലോ പേരയ്ക്ക വേണം. മുझे 5 കിലോ അമറൂദ് चाहिए, എനിക്ക് 5 കിലോ പേരയ്ക്ക വേണം. അടുത്ത വാക്കാണ് അനാർ, മാതള നാരങ്ങ. ഇപ്പോൾ അനാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തെല്ലാവർക്കും അറിയാം. അതിന് പിന്നെ അനാറിന് മാതള നാരങ്ങ എന്നാണ് മലയാളം. ഇതിൻ്റെ മലയാള വാക്കാണ് ശരിക്കും മലയാളിക്ക് അറിയാത്തത്, പൊമഗ്രനേറ്റ്. അത് മലയാളത്തിൽ മാതള നാരങ്ങയാണെന്നുള്ള കാര്യം മലയാളത്തെ ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അറിഞ്ഞുകൂടാ, പഴയ ആളുകൾക്ക് അറിയാം. അനാർ, മാതള നാരങ്ങ, പൊമഗ്രനേറ്റ്. അടുത്തതാണ് അനന്നാസ്, പൈനാപ്പിളാണ്. പൈനാപ്പിൾ, കൈതച്ചക്ക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ കൈതച്ചക്കയും ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒന്നും അറിഞ്ഞോളുന്നില്ല. അനന്നാസ്, പൈനാപ്പിൾ. മുझे അനന്നാസ് ബഹുത് പസന്ത്, എനിക്ക് കൈതച്ചക്ക വളരെ ഇഷ്ടമാണ്. മുझे അനന്നാസ് ബഹുത് പസന്ത്, എനിക്ക് കൈതച്ചക്ക വളരെ ഇഷ്ടമാണ്. മാമ്പഴം. മുझे ആം ചാഹിയേ, എനിക്ക് മാമ്പഴം വേണം. മുझे ആം ചാഹിയേ, എനിക്ക് മാമ്പഴം വേണം. മുझे ആം ചാഹിയേ, എനിക്ക് മാമ്പഴം വേണം. മുझे ആം ബഹുത് പസന്ത്, എനിക്ക് മാമ്പഴം വളരെ ഇഷ്ടമാണ്. ഈ ആം എന്നുള്ളത് പച്ചമാങ്ങയാണെങ്കിൽ കച്ച ആം എന്ന് പറയണം, പച്ചമാങ്ങയാണെങ്കിൽ കച്ച ആം എന്ന് പറയണം. ഇത് അങ്കൂറാണ്. ഇവിടെ ഒരു കുത്തു വേണം. അങ്കൂർ മുന്തിരിങ്ങ. എന്നാൽ അങ്കൂരി എന്ന് പറഞ്ഞാൽ വൈനാണ്. വൈൻ ഇച്ചിരി ലഹരിയൊക്കെ ഉള്ള സാധനമാണ് വൈൻ. ഇവിടെ നമുക്ക് കിട്ടുന്ന വൈനല്ല. അങ്കൂരി എന്ന് പറഞ്ഞ്, ഇത് അങ്കൂർ, മുന്തിരിങ്ങ. അങ്കൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ ലഹരി ഉള്ളതാണ്, ആൽക്കഹോൾ ഉള്ളതാണ് അങ്കൂരി. അടുത്തതാണ് ആംല എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്. ആംല തേൾ എന്ന് പറഞ്ഞാൽ ആംല ഓയിൽ, ആംല തേൾ, നെല്ലിക്ക എണ്ണ. നെല്ലിക്ക ഇട്ട് കാച്ചിയ എണ്ണയാണ്. നെല്ലിക്കയ്ക്ക് എണ്ണ ഇല്ലാന്ന് നമുക്കറിയാം. ആംല തേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക ഇട്ട് കാച്ചിയ എണ്ണയ്ക്കാണ് ആംല തേൾ അല്ലെങ്കിൽ ആംല ഓയിൽ എന്ന് പറയുന്നത്. അടുത്താണ് കേല. വാഴപ്പഴത്തിനാണ് കേല എന്ന് പറയുക കേട്ടോ. വാഴപ്പഴത്തിന് കേല എന്ന് പറയുമ്പോൾ ഓർക്കുക, ചെറിയ വ്യത്യാസം വന്നാൽ ഒരുപാട് അർത്ഥങ്ങൾ മാറിപ്പോവും. കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിയാണ്. കീല എന്ന് പറഞ്ഞാൽ ആണി. എന്നാൽ കില എന്നാണ് പറയുന്നതെങ്കിലോ, കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടാണ്, അത് കോട്ടയാണ്. കോട്ട. അപ്പോൾ കില കോട്ട, കീല ആണി, കേല വാഴപ്പഴം. കട്ഹൽ എന്ന് പറഞ്ഞാൽ ചക്കയാണ്. ചക്കപ്പഴം എന്നും പറയാം. കച്ച കടുഹൽ എന്ന് പറഞ്ഞാൽ പച്ചച്ചക്ക. കച്ച കടുഹൽ പച്ചച്ചക്ക. കട്ഹൽ എന്ന് പറഞ്ഞാൽ, കടുഹൽ ക ഫൽ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ചക്കപ്പഴം എന്ന് നമുക്ക് ഉറപ്പിക്കാം. സേബ്, ആപ്പിൾ, സേബ്. മുझे 1 കിലോ സേബ് ചാഹിയേ, മുझे 1 കിലോ സേബ് ചാഹിയേ, എനിക്ക് 1 കിലോ ആപ്പിൾ വേണം, എനിക്ക് 1 കിലോ ആപ്പിൾ വേണം. ആപ്പിളിന് മലയാളത്തിൽ പേരില്ല എന്നുള്ള കാര്യം കൂട്ടുകാർക്ക് അറിയാലോ അല്ലേ. സേബ്. മുझे 1 കിലോ സേബ് മങ്ത, മുझे 1 കിലോ സേബ് മങ്ത, എനിക്ക് 1 കിലോ ആപ്പിൾ വേണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഷെയർ ചെയ്യാനും മറക്കരുത്. വാട്സാപ്പ് ക്ലാസ് വേണമെങ്കിൽ ഈ നമ്പറിൽ 94 46 99 18 54 ആ നമ്പറിൽ വിളിക്കുക കേട്ടോ. അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി. അടുത്തതാണ് നിംബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങയാണ്. നിംബു ചെറുനാരങ്ങ. തർബൂജ്, തണ്ണിമത്തൻ. നാഷ്പാത്തി, സബർജല്ലി, നാഷ്പാത്തി, സബർജൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ.
സബർജൻ എന്നൊക്കെ ചിലർ പറയും, സബർജൻ എന്ന് പറയും, സബർജെല്ല്, സബർജെല്ലിയാണ്. ഖജൂർ, ഖജൂർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം, ഡേറ്റ്സ് എന്നൊക്കെ പറയും നമ്മൾ ഇംഗ്ലീഷിൽ അല്ലേ. ഖജൂർ, മുജെ ഖജൂർ ബഹുത് പസന്ത് ഹെ, മുജെ ഖജൂർ ബഹുത് പസന്ത് ഹെ, എനിക്ക് ഈ ഈത്തപ്പഴം വലിയ ഇഷ്ടമാണ്. ഖജൂർ സെ അച്ചാർ ബനാത്ത ഹെ, ഖജൂർ സെ അച്ചാർ ബനാത്ത ഹെ, ഈ ഈത്തപ്പഴം കൊണ്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട്. പപ്പീത്ത, പപ്പീത്ത എന്ന് പറഞ്ഞാൽ കപ്ലങ്ങയാണ്, പപ്പീത്ത കപ്ലങ്ങ. ജാമുൻ, ഞാവൽപ്പഴം, ഞാറയ്ക്ക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാറയ്ക്ക, ഞങ്ങളുടെ നാട്ടിലൊക്കെ ജാമു എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴം എന്നാണ്. ഞാവൽപ്പഴം, ജാമൂൻ, ഞാവൽപ്പഴം. ചില സ്ഥലങ്ങളിൽ ഞാറയ്ക്ക എന്ന് പറയാറുണ്ട്. ചിക്കു നമുക്കറിയാലേ, സപ്പോട്ടയ്ക്കയാണ് ചിക്കു, ചിക്കു സപ്പോട്ടയ്ക്ക. സന്തര എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറഞ്ചാണ്. സന്തര ഓറഞ്ച്. ആലുബുഖാര, ആലുബുഖാര പ്ലം. ഇതിന് പ്ലമ്മിന് മലയാളത്തിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്ലം നമുക്കറിയില്ലേ, പഴമാണ്. പിന്നെ കിഷ്മിഷ്, കിഷ്മിഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റൈസിൻ എന്ന് പറയും. ഉണക്കമുന്തിരി, ഉണക്കമുന്തിരിക്ക് പറഞ്ഞാണ് കിഷ്മിഷ്. ശഹതൂത്ത്, ശഹതൂത്ത് എന്ന് പറഞ്ഞാൽ മൾബറി, മൾബറിക്ക് മലയാളത്തിൽ പേരുണ്ടോ എന്ന് അറിയത്തില്ല. ശഹതൂത്ത്, മൾബറി. ഷരീഫ, സീതപ്പഴം. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് ആത്തച്ചക്ക എന്നൊക്കെ പറയാറുണ്ട്. ആത്തച്ചക്ക. കസ്റ്റാർഡ് ആപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഷരീഫ, സീതപ്പഴം. ബേർ, ബേർ എന്ന് പറഞ്ഞാൽ കുരുവില്ലാപ്പഴം എന്നാണ് ഇതിന് പറയുക. ബേർ, ബെറി, കുരുവില്ലാപ്പഴം. ഈ സാധനങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ ഇതിനൊന്നും അങ്ങനെ പേര് പറയാറില്ല. ഇതെല്ലാം നമ്മൾ ഈ ഇംഗ്ലീഷ് പേര് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലം, റൈസിൻ, മൾബറി, കസ്റ്റാർഡ് ആപ്പിൾ, ബെറി. ഓക്കെ, അപ്പോൾ ഇത്രയും പഴങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചാൽ നമുക്ക് ഹിന്ദിക്കാരുടെ ഇടയിൽ ജീവിച്ചു പോകാൻ ധാരാളം മതി. പഴങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കുന്ന ഇത്രയും മതി. നല്ല അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കാനാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് നമുക്ക് പഠിക്കാം. 1.5 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്, കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാം. നാളെയാണ് പുതിയ ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക കേട്ടോ.